നാളെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ 2 കളിയിലെ ടീമിനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയാണ് വലിയ ചർച്ച നടക്കുന്നത്. ഒരു വിന്നിംഗ് കോമ്പിനേഷൻ കണ്ടെത്തിയതുപോലെയൊക്കെയാണോ ഇന്ത്യയുടെ ഒരു ആത്മവിശ്വാസവും സൗത്ത് ആഫ്രിക്കയോടുള്ള ആ ഒരു തോൽവിയിലൂടെയാണല്ലോ ഇപ്പോൾ ഈ ടീമിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചില പൊസിഷൻ മാറ്റലുകളൊക്കെയാണ് നടത്തിയിട്ടേക്കുന്നത്. അല്ലാതെ വലിയ ചേഞ്ച് എന്ന് പറയാൻ എന്താണ്, വാഷിംഗ്ടൺ സുന്ദറിനെ മാറ്റി അക്സർ പട്ടേലിനെ എടുത്തു, റിങ്കു സിംഗിനെ മാറ്റി സഞ്ജു സാംസനെ എടുത്തു. പക്ഷേ റിയൽ പ്രോബ്ലം അവിടെ തന്നെ ഇല്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഉണ്ട് എന്നാണ് ഇന്ത്യയുടെ മുൻ കോച്ചും ക്രിക്കറ്ററുമായ രവിശാസ്ത്രിയും പറയുന്നത്. അതായത് അഭിഷേക് ശർമ്മ തീർത്തും ഔട്ട് ഓഫ് ഫോം ആണല്ലോ. സിംബാബ്വേൻ്റെ അടുത്തുള്ള ഒരു 55 നമ്മൾ കണ്ടെങ്കിലും കഴിഞ്ഞ കളിയിൽ എന്താണ് 11 ബോളിൽ 10 റൺസ്. ആത്മവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും അദ്ദേഹത്തിൽ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് സെമി ഫൈനൽ പോലത്തെ ഒരു നിർണായക മത്സരത്തിൽ ഈ ഔട്ട് ഓഫ് ഫോമുകാരനെ നിർബന്ധിപ്പിച്ച് കളിപ്പിക്കണോ എന്നാണ് രവിശാസ്ത്രി ചോദിക്കുന്നത്. അദ്ദേഹത്തിന് പകരം റിങ്കു സിംഗിനെ എടുക്കാൻ, റിങ്കു സിംഗ് ഫിനിഷിംഗ് വരട്ടെ, ഇഷൻ കിഷൻ ഓപ്പണിങ്ങിൽ വരട്ടെ എന്ന്. കാരണം ഇഷൻ കിഷനെയും ഈ പൊസിഷൻ ചേഞ്ച് ചെയ്തത് ബാധിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. കഴിഞ്ഞ 2 കളി പുള്ളിക്ക് ആ ഒരു വലിയ പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലേ. ആ പാകിസ്ഥാനെതിരെ പോലത്തേക്ക് ഒരു ഇന്നിങ്സ് മതി ശരിക്കും നാളെ ഇംഗ്ലണ്ടിൻ്റെ അടുത്ത് നിന്ന് കളി തട്ടിയെടുക്കാനായിട്ട്. അതുകൊണ്ട് ഇഷൻ കിഷനും സഞ്ജു സാംസൺ ഓപ്പണിംഗ് ഇറങ്ങട്ടെ, 1 ഡൗൺ സൂര്യകുമാർ വരട്ടെ, 2nd ഡൗൺ ഹാർദിക്കോ തിലക്കോ വരട്ടെ, അങ്ങനെ ഫിനിഷറായിട്ട് റിങ്കു സിംഗിനെ ഇറക്കട്ടെ എന്ന് എനിക്കും തോന്നുന്ന നല്ലൊരു ഐഡിയ ആയിട്ടാണ്. റിങ്കു സിംഗിനെയോ വാഷിംഗ്ടൺ സുന്ദറിനെ ഇറക്കട്ടെ എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം വാഷിംഗ്ടൺ സുന്ദർ ഇറങ്ങിയ ഒരു ബൗളിംഗ് ഓപ്ഷനും കൂടി ആയല്ലോ, സ്പിന്നിങ് ഓപ്ഷൻ. നല്ലൊരു തീരുമാനമായിരിക്കും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പിന്നെ ഒരു മാച്ചും മതി എല്ലാം മറിയാനായിട്ട്. നാളെ ഒരു സെഞ്ചുറി അഭിഷേക് ശർമ്മ അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങനെ കാറ്റിൽ പറക്കും. പക്ഷേ പുള്ളി ഔട്ട് ഓഫ് ഫോം എന്ന് മാത്രമല്ല, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് ഫീൽഡിൽ അല്ലേ. ക്യാച്ച് ഡ്രോപ്പ് ആവുന്നു, ഫീൽഡിംഗ് ആണെങ്കിൽ മോശം, മൊത്തത്തിൽ എന്തോ ഒരു വശം. എന്ത് വയറിളക്കമാണ് പുള്ളിക്ക് പിടിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതോടുകൂടിയാണ് ഇങ്ങനെ ആയിപ്പോയത്.